ഒരു ജോലി മാത്രം ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ജോലിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഒന്നും വേണ്ട, ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ മതി അല്ലേ? ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് നമ്മൾ ഹെൽത്തി ആയിട്ട് ജോലിയിൽ ചെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു, നമ്മുടെ കാലിന്ന് പോയി അല്ല നീക്കൊരു ഇഞ്ചുറി ഉണ്ടായി, നമ്മൾ എന്ത് ചെയ്യും? വർക്ക് അവറിൽ എത്ര നാളാണ് നമ്മൾ പോകുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സമയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പേര് ജാൻസി. ഞാനൊരു രജിസ്റ്റർഡ് നേഴ്സായിട്ട് ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫുൾ ടൈം നഴ്സിങ്ങിനോടൊപ്പമാണ് ഞാനൊരു പ്ലാൻ ബി, അതായത് എൻ്റെ ഒരു ജോലിയും കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും എൻ്റെ ജോലിക്ക് പറ്റിയാൽ ഓർ എൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ എനിക്കുണ്ടായാൽ എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കരുതിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരാളുടെ ആഡ് കാണുന്നത്. ആ ആഡിൽ പറയുന്നതനുസരിച്ച് ഒരു ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സപ്പോർട്ടോടുകൂടി, ആ സിസ്റ്റം നമുക്ക് ഫുൾ ട്രെയിനിങ്ങും സപ്പോർട്ടും തരും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ഗോട്ട് എ പ്ലാൻ ബി ഇൻ കേസ് സംതിങ് ഹാപ്പൻ ടു അവർ ഫസ്റ്റ് ജോബ്. ഏത് സമയത്തും നമുക്ക് റിഡൻഡൻസി വരാം. അങ്ങനെ ഒന്ന് സംഭവിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൽ കിടന്നുരുളുന്നതിന് പകരം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ 2 വർഷമായി ഈ ഒരു ബിസിനസ് ചെയ്യുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒരു ലേൺ മോർ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.